കുറച്ച് ഡിഫക്റ്റ് ഒക്കെ പറ്റി, അതുകൊണ്ട് അവർ പോയി. നമ്മൾ നന്നായിട്ട് ബോൾ ചെയ്ത് അവസാനത്തെ രീതിയിൽ നമ്മൾ കുറച്ച് പരാജയത്തിൻ്റെ ഒരു രുചിയും അറിയാൻ പോയതാണ്. പിന്നെ പൊരുതി നമ്മൾ ജയിച്ച്. ആ ശേഷം നമുക്കൊരു ടെൻഷൻ അടിച്ച്. പക്ഷെ എന്നാലും നമുക്ക് ലാസ്റ്റ് ഓവർ നമുക്ക് ബുംറയൊക്കെ ഉള്ളതുകൊണ്ട് പാണ്ഡ്യയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പിടിക്കുന്ന ഒരു ചെറിയൊരു ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് ഞങ്ങൾക്ക് ഉറപ്പൊന്നുണ്ടായില്ല. ഞങ്ങൾ എന്തായാലും നമ്മൾ ഇന്ത്യയിൽ അടിക്കുന്നത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. ഞങ്ങൾക്ക് പേടിയുണ്ടായില്ല. എന്ത് സൗത്ത് ആഫ്രിക്ക, ഞങ്ങൾ എന്തായാലും ഇന്ത്യ അടിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത്. ആ ഇന്ത്യയിൽ അടിച്ചു. നല്ലൊരു വിജയം തന്നെയാണ്. ഇന്ത്യ പോലെ കുറെ കാലമായിട്ട് തോറ്റില്ല സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയോട് സ്നേഹമൊന്നും ഇല്ലായിരുന്നോ? ഒരു ചില എന്താണ് ഭിന്നപ്പ് വന്നുപോയി, അതാണ് പറ്റിയത്. അല്ലെങ്കിൽ ആ ക്യാച്ച് പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്ക ജയിച്ചു തരാം. പക്ഷെ എന്തെങ്കിലും വിജയം വിജയം തന്നെ ഇന്ത്യൻ്റെ കരസ്ഥമാക്കി. ഞങ്ങൾക്ക് കൂട്ടായ്മയുടെ പേരിൽ എല്ലാ നന്ദികളും ഞങ്ങൾ ഇന്ത്യക്ക് പറയുകയാണ്. ഇന്ത്യൻ ടീമിന് കൂട്ടായ്മയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്ന സൗത്ത് ആഫ്രിക്ക കപ്പടിക്കുന്നു പറഞ്ഞാൽ എന്തായാലും ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ സൗത്ത് ആഫ്രിക്കയാണ്. ഞങ്ങളുടെ DRKയുടെ പ്രസിഡന്റാണ്. DRKയുടെ പ്രസിഡന്റാണ്. സൗത്ത് ആഫ്രിക്ക ജയിക്കുമെന്ന് പറഞ്ഞ ആളാണ്. ഞങ്ങൾ സമ്മതിച്ചില്ല. ഇന്ത്യ 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 എന്തായാലും ഇവിടെ ആഘോഷങ്ങൾക്ക് കുറവൊന്നുമില്ല. തെരുവുകളിൽ ആനന്ദ നൃത്തം ചവിട്ടുന്ന ഒരു വിഭാഗം മനുഷ്യരെ എന്തായാലും നമുക്കിവിടെ കാണാൻ പറ്റും. കളി തുടങ്ങുന്നതിന് മുമ്പോരും കളിക്ക് പകുതിയുമൊക്കെ സൗത്ത് ആഫ്രിക്ക ആയിരുന്ന ആളുകൾ എന്തായാലും കളി ജയിച്ചതിന് ശേഷം വീണ്ടും ഇന്ത്യൻ ആരാധകരാകുന്നു എന്നൊരു പ്രത്യേകത കൂടി എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രിക്കറ്റ് എപ്പോഴും അങ്ങനെയാണ്. ഒരു മതത്തിന്റെ, ഒരു രാജ്യത്തിന്റെ അതിരുകളിൽ ഒടുങ്ങി നിൽക്കുന്നതല്ല എപ്പോഴും ക്രിക്കറ്റ്. ഈ ഇന്ത്യയോട് തോന്നുന്ന അതേ സ്നേഹം സൗത്ത് ആഫ്രിക്കയോടും ഓസ്ട്രേലിയയോടും ഒക്കെ തോന്നുന്ന, ഇംഗ്ലണ്ടിനോടും ഒക്കെ തോന്നുന്ന മനുഷ്യരുണ്ട്. അത്തരത്തിലുള്ള സൗത്ത് ആഫ്രിക്ക ഈ മത്സരം ജയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് മനുഷ്യരും ക്രിക്കറ്റ് ആസ്വാദകരും ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും അവരുടെ ആ വിഷമമൊക്കെ ഇന്ത്യ ജയിച്ചപ്പോൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ നിർഭാഗ്യങ്ങളുടെ ഒരു പരമ്പര തന്നെ വർഷങ്ങളായി, തലമുറകളായി തുടർന്നു വന്നൊരു ക്രിക്കറ്റ് ടീം എന്താണ് സൗത്ത് ആഫ്രിക്ക. അവർക്കും ഈ ഫൈനലിലും എന്തായാലും കാലിടറിയിരിക്കുന്നു. എന്നാൽ കാലിടറി വർഷങ്ങൾ നീണ്ടു നിന്ന അകന്നു നിന്ന കിരീടം എന്തായാലും ഇന്ത്യക്ക് തിരിച്ചെത്തിക്കുവാൻ സാധിച്ചിരിക്കുന്നു. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഒരു മേജർ ICC ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ട്രോഫി എന്തായാലും ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുന്നു. വളരെയധികം സന്തോഷം നിറയുന്ന, ആവേശം നിറയുന്ന ഒരു കാഴ്ച ഈ തെരുവുകളിലും കൊച്ചിയിലും എന്തായാലും അലയടിക്കുകയാണ്. അതിന്റെ ആഘോഷ നൃത്തങ്ങൾ എന്തായാലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.